ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിൽ യുവശക്തിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവശക്തിയുടെ വിജയം രാജ്യത്തിന്റെ വിജയമാണെന്നും പ്രധാനമന്ത്രി. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ജർമ്മനിയും 19 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റിന് പ്രത്യേക സംവിധാനം ആരംഭിക്കുന്നതിനും തീരുമാനം. പശ്ചിമ ബംഗാളിൽ നിപ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പകർച്ചവ്യാധി പ്രതികരണ സംഘത്തെ വിന്യസിച്ച് കേന്ദ്ര സർക്കാർ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് സമാപനം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവച്ച കേരളത്തിലെ 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണൽ ഇന്ന് നടക്കും. കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1 ലക്ഷത്തിലധികം വിസകൾ റദ്ദാക്കി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണത്തിൽ യുവശക്തിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളുടെ ശക്തി രാജ്യത്തിന്റെ ശക്തിയാണെന്നും അവരുടെ വിജയം രാഷ്ട്രത്തിന്റെ വിജയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2047 में जब हमारी आजादी के 100 साल होंगे, वहां तक की यात्रा भारत के लिए भी अहम है और यही वो समय है जो आपके जीवन में भी सबसे महत्वपूर्ण है. आपका सामर्थ्य भारत का सामर्थ्य बनेगा. आपकी सफलता भारत की सफलता को नई ऊंचाइयां जरूर देगी. मैं आप सभी को विकसित भारत यंग लीडर्स डायलॉग में सहभागिता के लिए बहुत बधाई देता हूं. കേരളത്തിൽ നിന്നുള്ള 60ഓളം യുവ പ്രതിനിധികളടക്കം 3000ഓളം പേർ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുത്തു. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ജർമ്മനിയും 19 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സുമായി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യയും ജർമ്മനിയും സാമ്പത്തിക പങ്കാളികൾ എന്നതിലുപരി ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും പ്രതിജ്ഞാബദ്ധമായ രാജ്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിലെ പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ജർമ്മൻ ചാൻസലറുടെ ഇന്ത്യാ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മനി വഴി വിസരഹിത യാത്ര അനുവദിക്കുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റിനായി പ്രത്യേക സംവിധാനം ആരംഭിക്കുന്നതിനും തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. There is a migration and mobility partnership agreement between India and Germany. As a result of that, we've seen a healthy flow of skilled individuals from India to Germany, students from here. And even during the course of the discussions today, the German Chancellor pointed to specific areas such as caregivers and nurses. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 28 മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളായാണ് സമ്മേളനം. പശ്ചിമ ബംഗാളിൽ നിപ വൈറസ് ബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ സംയുക്ത പകർച്ചവ്യാധി പ്രതികരണ സംഘത്തെ വിന്യസിച്ച് കേന്ദ്ര സർക്കാർ. കല്യാണിയിലെ എയിംസ് ICMR വൈറസ് റിസർച്ച് ആന്റ് ഡയഗ്നോസ്റ്റിക് ലാബിലാണ് 2 വൈറസ് ബാധ തിരിച്ചറിഞ്ഞത്. കേന്ദ്ര സംസ്ഥാന ഏകോപനത്തിന് ഊന്നൽ നൽകിയതായും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ അറിയിച്ചു. രാജ്യം ഇന്ന് വിളവെടുപ്പിന്റെ ഉത്സവമായ ലോഹ്രി ആഘോഷിക്കുന്നു. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത് പ്രധാനമായും ആഘോഷിക്കുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടിയാണ് ഈ ഉത്സവം നൽകുന്നത്. ലോഹ്രി, മകരസംക്രാന്തി, പൊങ്കൽ, മാഘ് ബിഹു തുടങ്ങിയ ഉത്സവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഈ ഉത്സവങ്ങൾ രാജ്യത്തിന്റെ സമ്പന്നമായ കാർഷിക പാരമ്പര്യം, ദേശീയ ഐക്യം തുടങ്ങിയവയെ പ്രതിഫലിപ്പിക്കുന്നതായി ആശംസാ സന്ദേശത്തിൽ ശ്രീമതി മുർമു പറഞ്ഞു.
കർത്തവ്യപഥത്തിൽ നടക്കുന്ന ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സലിനായി സൌജന്യ പാസുകൾ വിതരണം ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ഈ മാസം 15-16 തീയതികളിൽ പാസുകൾ ലഭ്യമാകും. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ആമന്ത്രൺ മൊബൈൽ ആപ്പ് വഴിയോ പാസുകൾ ബുക്ക് ചെയ്യാം. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ സ്വദേശിയായ യുവ സംരംഭകനും വിദ്യാർത്ഥിയുമായ മാധവ് എ. നായർ. ഔദ്യോഗിക ക്ഷണക്കത്ത് തപാൽ വകുപ്പ് മാധവിന് കൈമാറി. അടൽ ഇന്നൊവേഷൻ മിഷൻ വിഭാഗത്തിലാണ് മാധവിനെ ഉൾപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണൽ ഇന്ന് നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്ത് 66.97%, മലപ്പുറം മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡിൽ 84.21%, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ 81.57% പോളിംഗ്. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഒരുങ്ങി. voters.eci.gov.in വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ സബ്മിറ്റ് ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. രേഖകൾ പരിശോധിച്ച ശേഷം ഹിയറിംഗ് സംബന്ധിച്ച് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ തീരുമാനമെടുക്കും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് ഇന്ന് സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. 7 ദിവസം നീണ്ട നിയമസഭാ പുസ്തകോത്സവത്തിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. സമാപന ചടങ്ങിൽ മൌറീഷ്യസ് മുൻ പ്രസിഡന്റ് അമീന ഗുരിഫ് ഫക്കിം മുഖ്യപ്രഭാഷണം നടത്തും. നിയമസഭ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രകാശനവും കേരള നിയമസഭ മാധ്യമ അവാർഡുകളുടെ വിതരണവും ചടങ്ങിൽ നടക്കും. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിവിധ സംഭാഷണങ്ങൾ, സാഹിത്യ സദസ്സുകൾ, സംവാദങ്ങൾ, മീറ്റ് ദ ഓഥർ, കഥാപ്രസംഗം, കവിയരങ്ങ്, ഏകപാത്ര നാടകം തുടങ്ങി പല വിഭാഗങ്ങളിലായി നിരവധി പരിപാടികളും 300ഓളം പുസ്തക പ്രകാശനങ്ങളും 75ലധികം പുസ്തക ചർച്ചകളും നടന്നു. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം നാളെ. മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഇന്ന് വൈകിട്ട് പമ്പ സദ്യയും പമ്പ വിളക്കും നടക്കും. മകരവിളക്കിനോടനുബന്ധിച്ച് ജില്ലയിൽ നാളെ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ. കൊല്ലം കാക്കിനട ടൌൺ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ, ചാർലാപ്പള്ളി എക്സ്പ്രസ് എന്നിവയാണ് പ്രത്യേക സർവീസ്. ആകെ 336 ട്രെയിനുകളാണ് ശബരിമല ഉത്സവം പ്രമാണിച്ച് സർവീസ് നടത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും. 25 വേദികളിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 15,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം ന്യൂഡൽഹിയിൽ നാളെ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 60 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1 ലക്ഷത്തിലധികം വിസകൾ റദ്ദാക്കിയതായി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ ഏകദേശം 8,000 വിദ്യാർത്ഥി വിസകളും ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 2,500 പ്രത്യേക വിസകളും ഉൾപ്പെടുന്നു. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിസ റദ്ദാക്കിയ ശേഷം നാടുകടത്താൻ സാധ്യതയുണ്ടെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ യുവശക്തിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവശക്തിയുടെ വിജയം രാജ്യത്തിന്റെ വിജയമാണെന്നും പ്രധാനമന്ത്രി. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ജർമ്മനിയും 19 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റിന് പ്രത്യേക സംവിധാനം ആരംഭിക്കുന്നതിനും തീരുമാനം.
പശ്ചിമ ബംഗാളിൽ നിപ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പകർച്ചവ്യാധി പ്രതികരണ സംഘത്തെ വിന്യസിച്ച് കേന്ദ്ര സർക്കാർ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് സമാപനം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച കേരളത്തിലെ 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണൽ ഇന്ന് നടക്കും. കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1 ലക്ഷത്തിലധികം വിസകൾ റദ്ദാക്കി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.